ഹലോ, നമുക്ക് നുറുക്ക് ഗോതമ്പ് അഥവാ ഗോതമ്പ് റവയും നേന്ത്രപ്പഴവും വെച്ചിട്ട് ഒരു കിഡിലൻ ടേസ്റ്റി ഉണ്ണിയപ്പം ഉണ്ടാക്കാം. ഇവിടെ ഞാൻ 1 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് വെള്ളത്തിലിട്ട് കുതിർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ പച്ചരിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതിനെ ഒരു 1.5 മണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് കുതിർത്തെടുക്കാം. അടുത്ത് നമ്മൾ എടുക്കുന്നത് ഒരു നേന്ത്രപ്പഴമാണ്. അത് നമുക്ക് ഒന്ന് ഫുള്ളായിട്ട് വേണ്ട, ഒരു നേന്ത്രപ്പഴത്തിൻ്റെ 1/4 ഭാഗമാണ് എടുക്കുന്നത്. നമുക്ക് മിക്സിയിൽ ജാറിലേക്ക് 1 സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 ഏലക്കയും, ഇത് ഏലക്ക പൊടിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഷുഗറും കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇതിന് നമുക്ക് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഒരു നേന്ത്രപ്പഴത്തിൻ്റെ 1/4 ഭാഗമേ ഞാൻ എടുക്കുന്നുള്ളൂ. 1 കപ്പ് നുറുക്ക് ഗോതമ്പ് ആയതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ 1/4 ഭാഗം തന്നെ എടുക്കുന്നത്. ഈ പഴത്തിൻ്റെ ഒരു ടെക്സ്ചർ മുന്നിൽ നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. 1.5 മുതൽ 2 മണിക്കൂർ വരെയാണ് ഞാൻ ഇതിനെ കുതിർത്തെടുത്തത്. ഇത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്ന കുതിർന്നെന്ന് തോന്നുന്നു. നമുക്ക് ആ ഗോതമ്പ് കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു പോകും. ആ ഒരു ഇതാവുമ്പോഴത്തേക്കും നമ്മൾ എടുക്കണം. ഇത് നമ്മൾ ട്രെയിൻ ചെയ്ത് നല്ലതുപോലെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് എടുത്തതിന് ശേഷം അതിനെ നമുക്ക് മിക്സിയിലോട്ടിടാം. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും നേന്ത്രപ്പഴവും കൂടെ ഇട്ട് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. അതിൻ്റെ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ വേണ്ടിയാണ്. ആദ്യം നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇത് നമുക്ക് ഒരുവിധം അരഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൽ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്തെങ്കിലും ഒരു നുള്ളി ഇട്ടാൽ മതി. പിന്നെ ഞാനൊരു നുള്ളി ഉപ്പും കൂടെ ഇടുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു 250 ഗ്രാം ശർക്കര ഫുള്ളായിട്ട് എടുത്തില്ല, അതിൻ്റെ 1/4 ഭാഗമേ എടുത്ത് ഒരുക്കിയുള്ളൂ. ഇത് നമുക്ക് എല്ലാം ആവശ്യമില്ല. ശർക്കരയുടെ മധുരം അനുസരിച്ചിട്ട് നമുക്കിത് ഇതിലേക്ക് ഒഴിക്കാം. ഇത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമായ ശർക്കര മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ നമുക്കത് ഗോതമ്പായതുകൊണ്ട് ഒന്ന് കുറുകി വരാൻ സാധ്യതയുണ്ട്. അതിനനുസരിച്ച് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇത് ഇത്തിരി തരി പോലെ നമുക്ക് അരച്ചെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകരുത്. മിക്സ് തൊട്ട് നോക്കുമ്പോഴത്തേക്കും അല്പം തരി ഉണ്ടാവണം. ഗോതമ്പ് ഒത്തിരി അങ്ങോട്ട് കുതിർക്കാൻ പാടില്ല. അതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു പൊട്ടുന്ന പരുവം ആവുമ്പോഴത്തേക്കും നമ്മൾ അതിനെ ട്രെയിൻ ചെയ്തെടുക്കണം. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്ത് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 4 മണിക്കൂർ വരെ നമുക്ക് ഇത് മാവൊന്ന് സെറ്റാവാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ ചിലപ്പോൾ കുതിർന്നു പോകണമെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ഒഴിച്ചിട്ട്, ശർക്കരപ്പാനി ഉണ്ടെങ്കിൽ അത് ഒഴിച്ചിട്ട്, ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് കലക്കിയെടുക്കാം. പിന്നെ നമുക്ക് അടച്ച് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാവ് എടുത്തപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് മധുരം കുറവാണെങ്കിൽ കുറച്ച് ശർക്കരപ്പാനിയും കൂടെ ചേർക്കാം, ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കുറച്ചും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കിതുപോലെ എണ്ണ ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഫ്ലെയിം കൂട്ടി വെച്ച് നല്ലതുപോലെ എണ്ണ തിളയ്ക്കാൻ വേണ്ടി വെക്കണം. എണ്ണ തിളച്ചതിന് ശേഷം നമുക്ക് ഓരോന്നിലും പകുതിയോളം മാവ് ഒഴിക്കാം. ഫ്ലെയിം ഫുള്ളായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം മാവ് ഒഴിക്കാൻ. ഇത് വേഗം തന്നെയാവും. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇത് വെന്തതിന് ശേഷം നമുക്ക് ഇതുപോലെ പപ്പടം കുത്തിയിട്ട് നമുക്കിത് കോരിയെടുക്കാം.
നമ്മുടെ ഉണ്ണിയപ്പം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഞാൻ ഈ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പിൽ 15 എണ്ണം, നമ്മൾ ഈ ഒരു വലിയ സൈസ് 15 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റിയായ ഒരു ഉണ്ണിയപ്പം ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ചെയ്യൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ്. ഇത് മറക്കാതെ ട്രൈ ചെയ്യണം, നല്ല ടേസ്റ്റുമാണ്. ഇതിൻ്റെ ഉള്ളൊക്കെ നല്ലതുപോലെ വെന്തു. അപ്പം നമ്മുടെ ചൂട് ഉണ്ണിയപ്പം ഇവിടെ റെഡിയായി. അപ്പം നമുക്ക് പുതിയ ഐഡിയാസുമായി വീണ്ടും കാണാം. ബൈ.